എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേൾക്കുകയും ചെയ്തു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അവരെ മോചിപ്പിക്കാനും രക്ഷിക്കുവാനുമാകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ജനങ്ങളുടെ ക്ലേശങ്ങൾ അറിയുന്ന ദൈവം, അവരുടെ രോദനങ്ങൾ കേൾക്കുകയും അവരുടെ യാതനകൾ അറിയുകയും ചെയ്യുന്ന ദൈവം. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് മോശ മുൾപ്പടർപ്പിൽ കണ്ടുമുട്ടിയത്. ചരിത്രത്തിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് മോശയെ പുതിയ ഒരു ദൗത്യം ഏൽപ്പിച്ച് മോശയോടൊപ്പം കൂടെ നടക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതേ ദൗത്യം നമ്മോട് ഓരോരുത്തരോടും, പ്രത്യേകിച്ച് യുവജനങ്ങളോട് ദൈവം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് മനസ്സിൽ വിശ്വാസവും ഹൃദയത്തിൽ കാരുണ്യവുമുള്ള യുവജനങ്ങളോട്. കാരണം ജനത്തിൻ്റെ ക്ലേശങ്ങൾ അറിയുന്ന ദൈവം, അവരുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവം, അവരുടെ യാതനകൾ മനസ്സിലാക്കുന്ന ദൈവം മോശയെപ്പോലെ ഈ ജനതയെ വിമോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്തിയും ആശ്വസിപ്പിച്ചും ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച യേശു അവരുടെ അസ്വസ്ഥതകളും യാതനകളും തിരിച്ചറിയുമ്പോൾ അനുകമ്പയോടുകൂടെ അവരെപ്പറ്റി പറഞ്ഞതിതാണ്: ഇടയനില്ലാത്ത ആടുകളെപ്പോലെയാണ് അവർ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. ആയതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിന് 37-38 വചനങ്ങളിൽ നാം അത് കാണുന്നു. ഈ ലോകത്തിൽ നിന്നും യേശുനാഥൻ വിടവാങ്ങുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഈ ദൗത്യം വീണ്ടും ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോകുക, എൻ്റെ ശിഷ്യരാക്കി ജ്ഞാനസ്നാനപ്പെടുത്തുക, അവരെ പഠിപ്പിക്കുക, സുഖപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് 28-ാം അധ്യായം 18-ാം വാക്യത്തിലും മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിലുമൊക്കെ ഈ ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യത്തിൻ്റെ വിവരണം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നാം കണ്ണോടിച്ചാൽ മതി, എത്രയധികം അജ്ഞതയും അനീതിയും അസ്വസ്ഥത പകരുന്ന സാഹചര്യങ്ങളുമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇന്ന് യേശു ഏൽപ്പിച്ച ആ ദൗത്യത്തിൻ്റെ വാഹകരായി തീരുവാൻ കൂടുതൽ പേർ കടന്നു വരേണ്ടിയിരിക്കുന്നു. മോശയെപ്പോലെ ജനങ്ങളുടെ വിമോചനത്തിന് കൂടുതൽ പേർ ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. യേശുവിനെ പോലെ അനുകമ്പാർദ്രമായ ഹൃദയത്തോടെ പ്രവർത്തിക്കുവാൻ അവിടുത്തെ പിന്തുടർച്ചക്കാർ വരേണ്ടിയിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ
ഞാൻ കണ്ടിരിക്കുന്നു. അവരുടെ രോദനം ഞാൻ കേൾക്കുന്നു. അവരുടെ യാതനകൾ അറിയുകയും ചെയ്യുന്നു എന്ന ആ ദൈവത്തിൻ്റെ മന്ത്രണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെ യുവതികളുടെ ഹൃദയങ്ങളിൽ കടന്നു വരുന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ദൗത്യത്തിലേക്ക് ക്ഷണിച്ചത് വളരെ സാധാരണക്കാരായ വ്യക്തികളെയായിരുന്നു. എന്നാൽ അവർക്ക് ഓരോരുത്തർക്കും വളരെ ഉന്നതമായ ലക്ഷ്യവും ദൗത്യവും അവിടുന്ന് പകർന്നു നൽകി. മത്സ്യപിടുത്തക്കാരായ സാധാരണക്കാരെ വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്തേക്ക് വെള്ളം കോരാനായി കുടവുമായി വന്ന ആ സമറിയാക്കാരെ സ്ത്രീയോട് യേശുനാഥൻ പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഇനിമേൽ നിനക്ക് ദാഹിക്കുകയില്ല. അങ്ങനെ കിണറും കുടവും എല്ലാം ഉപേക്ഷിച്ച് അവൾ അനുഭവിച്ചറിഞ്ഞ ആ മിശിഹായുടെ വാർത്ത പ്രചരിപ്പിക്കുവാനായി അവൾ ഗ്രാമത്തിലേക്ക് തിരികെ പോകുന്നു. ചുങ്കക്കാരനായ മത്തായിയെ യേശു സമീപിച്ച് പറയുക, എന്നെ അനുഗമിക്കുക. അങ്ങനെ മത്തായി തനിക്കുള്ള സ്വത്തും സമ്പാദ്യവും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിന്തുടരുന്നു. അയാൾ യേശുവിനോടൊപ്പം ഈ ഒരു പുതിയ ദൗത്യവാഹകനായി ഇറങ്ങിപ്പുറപ്പെടുന്നു. യേശുവിൻ്റെ ആ വിളി സ്വീകരിച്ചുകൊണ്ട് മത്തായിയെ പോലെ, സമറിയായിലെ ആ സ്ത്രീയെ പോലെ, പത്രോസിനെ പോലെയൊക്കെ കൂടുതൽ പേർ ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ കടന്നു വരേണ്ടിയിരിക്കുന്നു. കാരണം അജ്ഞതയുടെ, അനീതിയുടെ, അസ്വസ്ഥതയുടെ സാഹചര്യങ്ങൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഫ്രാൻസിസ് പാപ്പ ആകുലതയോടെ പറയുന്നത് പോലെ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്, അസഹിഷ്ണുതയുടെയുമൊക്കെ ഒരു ആഗോളവത്കരണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, കാരുണ്യം സമൂഹത്തിൽ കൊണ്ടുവരുവാൻ മോശയെപ്പോലെയുള്ള നേതൃത്വത്തിലേക്ക് കൂടുതൽ പേർ കടന്നു വരേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആ ദൗത്യം സ്വന്തമായി ജീവിക്കുന്ന കൂടുതൽ യുവതി യുവാക്കൾ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, പരിവർത്തനത്തിനു വേണ്ടി കടന്നു വരേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഒരു ദൗത്യം സ്വീകരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട, സർവ്വതും ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന ഒരു കോളേജ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. പാരീസിലെ ആ കലാലയത്തിൽ പഠിച്ചിരുന്ന മറ്റൊരു സതീർത്ഥനാണ് ഈ ഒരു വാക്യം, ഈ ഒരു സുവിശേഷ വചനം ഫ്രാൻസിസ് സേവ്യറിനോട് പറഞ്ഞത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ആദ്യം ഈ വചനം ആ യുവാവായ ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ വലിയ ചിന്തകളൊന്നും ഉണർത്തിയില്ലെങ്കിലും അത് സാവധാനം ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ പുതിയ ഒരു പാതയിലൂടെ, പന്ഥാവിലൂടെ തിരിച്ചുവിടുവാൻ ഉപയുക്തമായി. അങ്ങനെയാണ് ആ 24 വയസ്സുകാരൻ എല്ലാം ഉപേക്ഷിക്കുകയും പുതിയ ഒരു ജീവിത ശൈലിയുമായി അവർ ഒരുമിച്ച് കൂടുകയും
പിന്നീട് ഇഗ്നേഷ്യസ് ലയോള നൽകിയ ആ പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ചുകൊണ്ട് പരിചിതമായ സാഹചര്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് പ്രേക്ഷിത ദൗത്യവുമായി ഇറങ്ങിയത്. ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തോട് അന്ന് പറഞ്ഞ വാക്യം ഇതാണ്: പുട്ട് ഫയർ ഇൻ ദ ഇൻഡീസ്. ഭാരതത്തിൽ നിങ്ങൾ പോയി അഗ്നി ഇടുക. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ ആ അഗ്നിയുമായി ഫ്രാൻസിസ് സേവ്യർ ഈ തീരപ്രദേശങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ചു. ക്രിസ്തുവിൻ്റെ കെടാത്ത സ്നേഹം, കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് 1552 ഡിസംബർ 22 ചൈനയിൽ നിന്നും അധികം അകലമല്ലാത്ത ഒരു കൊച്ചു ദ്വീപിൽ ഷാങ്ചുവാൻ ദ്വീപിൽ വച്ച് ടൈഫോയിഡ് ബാധിച്ച് ഫ്രാൻസിസ് സേവ്യർ അന്ത്യശ്വാസം വലിക്കുന്നത് വലിയ ഒരു പ്രേക്ഷിത ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഹൃദയത്തിൽ, അനേകം പേരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ അഗ്നിയുടെ സ്ഫുലിംഗം പകർന്നുകൊണ്ടാണ് ആ പ്രേക്ഷിതൻ തൻ്റെ ഈ ലോക ജീവിതം പൂർത്തിയാക്കിയതും നിത്യസമ്മാനത്തിനായി കടന്നുപോയതും. എന്നും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത കരുതലും വാത്സല്യവും ഉണ്ടായിരുന്നു. ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ റോമിലും ലിസ്ബണിലുമൊക്കെ ഉണ്ടായിരുന്ന സതീർത്ഥ്യർക്ക് എഴുതിയ ഒത്തിരിയധികം കത്തുകൾ അത് നമുക്ക് സാക്ഷ്യമായിത്തീരുന്നു. ആ കത്തുകളെല്ലാം ദ ലെറ്റേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഫ്രാൻസിസ് സേവ്യർ എന്ന ഒരു പുസ്തകം ജോസഫ് കസ്തല്ലോ ഈശോസഭാംഗം 1992 പ്രസിദ്ധീകരിച്ചത് ഗുജറാത്ത് സാഹിത്യ പ്രകാശ് പ്രിൻറ്റിംഗ് പബ്ലിഷേഴ്സാണ്. അതിൽ ആ കത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. താൻ പ്രവർത്തിച്ചിരുന്ന ആ സമൂഹത്തിലെ ജനങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ക്ലേശങ്ങളും രോദനങ്ങളും തിരിച്ചറിഞ്ഞ ഒരു പ്രേക്ഷിത വര്യനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എന്ന്. അദ്ദേഹം 1545 ജനുവരി 22 കൊച്ചിയിൽ നിന്ന് എഴുതി, ക്രിസ്തു സ്നേഹത്തിൽ ജ്വലിക്കുന്ന പ്രേക്ഷിതർ ഇനിയും ഭാരതത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. 1549 ജനുവരി മാസം 26 അദ്ദേഹം എഴുതിയ ഒരു കത്തിൽ പറയുക, രാജസേവകരിൽ നിന്ന് നിരന്തര യാതനയേൽക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, കൊച്ചിയിലെ സർക്കാർ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കരുതലുണ്ടാകണം എന്നൊക്കെയാണ്. അതായത് ഇവിടുത്തെ മനുഷ്യരുടെ നൊമ്പരങ്ങൾ, വേദനകൾ, ആകുലതകൾ അത് തിരിച്ചറിഞ്ഞ ഒരു പ്രേക്ഷിത വര്യൻ, അതിന് മാറ്റം സംഭവിക്കുവാൻ, അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുവാൻ വേണ്ടി ത്യാഗമെടുത്ത ഒരു ധന്യ ജീവിതം. എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ അറിയുന്നു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു, അവരുടെ നൊമ്പരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന ആ ദൈവത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞത് വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. 1873 ജനുവരി 2 ഫ്രാൻസിലെ അലൻസോയിലാണ് അവൾ ജനിച്ചത്. വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്നും പുണ്യവതിയായ ഒരു മകൾ. 2015 അവളുടെ മാതാപിതാക്കളായ വിശുദ്ധ ലൂയി മാർട്ടിനെയും സെലി ഗേറിനെയും അൾത്താരയുടെ വണക്കത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയത്. കൊച്ചുത്രേസ്യയ്ക്കും കുട്ടിക്കാലത്തു തന്നെയുള്ള ആഗ്രഹം ഇതായിരുന്നു, തൻ്റെ
മുതിർന്ന സഹോദരിമാരെ പോലെ, മേരിയെയും പൗളിനെയും പോലെ എനിക്കും കന്യകാലയത്തിൽ പ്രവേശിച്ച് കർത്താവിന് വേണ്ടി, പ്രേക്ഷിതർക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ അവളുടെ പ്രായം അവൾക്ക് ഒരു പ്രശ്നമായപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള തീർത്ഥാടകരോടൊപ്പം അവളും റോമിൽ, വത്തിക്കാനിൽ, സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ചെന്ന് അന്നത്തെ മാർപ്പാപ്പ ലിയോ 13 മാർപ്പാപ്പയെ കണ്ട് പ്രത്യേകമായ അനുവാദം ചോദിച്ചു, പ്രായത്തിൻ്റെ ആ ഇളവ് അവൾക്ക് ലഭിക്കുവാൻ. അങ്ങനെ 1888 കൊച്ചു ത്രേസ്യ അവൾ ലോകം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കന്യകാലയത്തിലേക്ക് ദൈവവിളി സ്വീകരിച്ച് പോവുകയാണ്. അവൾ ആ കാർമലിലേക്ക് പ്രവേശിച്ച ദിവസം അവളുടെ ഭവനത്തിലെ ആ പൂന്തോട്ടത്തിൽ നിന്നും ഒരു ചെടി പറിച്ച് പപ്പ മാർട്ടിൻ അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കർമ്മലാരംഭത്തിൽ നടാനുള്ളതാണ്. ആ ചെടിയെപ്പറ്റി വിശുദ്ധ കൊച്ചു ത്രേസ്യ പിന്നീട് പറഞ്ഞത് ഇതാണ്: ചെടി പറിച്ചെടുത്തപ്പോൾ അതിലെ ഒരു ചെറിയ വേര് പോലും കളയാതെയാണ് പപ്പ അത് പറിച്ചെടുത്തത്. എന്താണ് അവൾ ഉദ്ദേശിച്ചത്? താൻ എപ്രകാരം ഭവനത്തിലായിരുന്നുവോ അവിടെയുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് കന്യകാലയത്തിലും അവൾ പ്രവേശിച്ചത്. അവളുടെ ദുഃഖങ്ങളും തൊട്ടാവാടി സ്വഭാവമൊക്കെ അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവത്തിനു വേണ്ടി അവൾ ത്യാഗബലിയായി സമർപ്പിക്കുകയാണ്. അവൾ ഒരു കന്യകാമഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിലാണെങ്കിലും അവളുടെ ഹൃദയം എന്നും ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം ശ്രവിക്കുവാൻ ആഗ്രഹിച്ചു കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടി അവൾ തീഷ്ണതയോടെ, ഒരു പ്രേക്ഷിത ദാഹത്തോടുകൂടെ പ്രാർത്ഥിച്ചിരുന്നു. അവൾ എഴുതിയത് ഇപ്രകാരമാണ്: I would want to preach the gospel on all the 5 continents simultaneously and even to the most remote isles. എനിക്ക് ഈ 5 ഭൂഖണ്ഡങ്ങളിലും ഒരുമിച്ച് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അകന്ന ഒറ്റപ്പെട്ട ദ്വീപുകളിൽ പോലും. I would be a missionary not for a few years but from the beginning of creation until the consummation of ages. എനിക്ക് ഒരു പ്രേക്ഷിതയാകുവാൻ ആഗ്രഹമുണ്ട്. അത് ഏതാനും വർഷങ്ങൾക്ക് മാത്രമല്ല, പ്രത്യുത സൃഷ്ടിയുടെ ആരംഭം മുതൽ എല്ലാറ്റിൻ്റെയും സമാപനം വരെയുള്ള കാലഘട്ടത്തിൽ. But above all, O my beloved Savior, I would shed my blood for you even to the last drop. എൻ്റെ രക്ഷകനായ കർത്താവേ, അങ്ങേയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ അവസാന തുള്ളി രക്തം പോലും ചിന്തുവാൻ ഞാൻ തയ്യാറാണ്. മാർട്ടിഡം വാസ് ദ ഡ്രീം ഓഫ് മൈ യൂത്ത്. അങ്ങനെ രക്തസാക്ഷിത്വം എന്നത് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള വലിയ ഒരു സ്വപ്നമാണ്. But I cannot confine myself to desiring one kind of martyrdom. എന്നാൽ ഒരു പ്രത്യേക വിധത്തിലുള്ള രക്തസാക്ഷിത്വത്തിൽ മാത്രം എനിക്ക് ഒതുങ്ങി നിൽക്കാനാവില്ല. To satisfy me, I need all Jesus. എന്നെ സംതൃപ്തിപ്പെടുത്തുവാൻ എനിക്കാകെ ആവശ്യമുള്ളത് കർത്താവേ, നാഥനായ യേശു അങ്ങ് മാത്രമാണ്. If I wanted to write all my desires, I would have to borrow your book of life. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മീയ ദാഹം പൂർണ്ണമായി എഴുതി തീർക്കണമെങ്കിൽ ഈ ജീവൻ്റെ പുസ്തകം തന്നെ ഞാൻ കടം വാങ്ങേണ്ടിയിരിക്കുന്നു. For in it are reported all the actions of all the saints. കാരണം അതിലാണ് എല്ലാ വിശുദ്ധരുടെയും സർവ്വപ്രവർത്തനങ്ങളെ പറ്റിയും എഴുതിയിട്ടുള്ളത്. And I would accomplish all of them for you. അതെല്ലാം അങ്ങേയ്ക്ക് വേണ്ടി എനിക്ക് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവളുടെ സ്റ്റോറി ഓഫ് എ സോൾ അതിൻ്റെ മാനുസ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള ഭാഗമാണ് 251, 252 പേജുകളിൽ നാം കാണുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അങ്ങനെ ഒരു കന്യകാലയത്തിൻ്റെ ആ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചത്
ലോകം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രേക്ഷിതയായി അവൾ തീരുവാൻ ആഗ്രഹിച്ചത്. ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ആ വചനം പ്രഘോഷിക്കുവാനുമുള്ള ഉൾദാഹത്തോടു കൂടെയാണ്. അതുകൊണ്ടാണ് അവളെയും പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. അസീസിയിലെ പട്ടുവ്യാപാരിയുടെ പുത്രനായി കുബേര കുടുംബത്തിൽ ജനിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ്. പെട്ടെന്നൊരു നാൾ ആ കുബേര യുവാവിൻ്റെ അടിച്ചുപൊളി ജീവിതമെല്ലാം പരിവർത്തനത്തിന് ഇടയായി. അയാൾ ഒരു ദൈവാന്വേഷകനായി മാറി, സ്നേഹഗായകനായി തീർന്നു. ഒരു ദിവസം അസീസിയിലെ മാലാഖമാരുടെ രാജ്ഞിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വെച്ച് ഒരു സുവിശേഷ വാക്യം അയാൾ ശ്രവിച്ചു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യവുമായി പറഞ്ഞയക്കുന്ന ഭാഗം. അതിൽ ഫ്രാൻസിസ് ശ്രവിച്ചത് ഇതാണ്: ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി അത് നൽകുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത്. ഫ്രാൻസിസ് ഉടനെ മനസ്സിൽ പറഞ്ഞു, ഇതാണ് ഞാനും ആഗ്രഹിക്കുന്നത്, ഇതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അപ്രകാരം ചെയ്യുവാൻ ഞാൻ കൊതിക്കുന്നു. അങ്ങനെ സർവസംഘ പരിത്യാഗിയായി സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി, ആൾത്തർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തുവായി, രണ്ടാമത്തെ ക്രിസ്തുവായി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിക്കുന്നു. എത്രയോ പേർക്ക് പ്രചോദനമായി തീർന്ന ധന്യ ജീവിതം. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ ഫ്രാൻസിസ് അസീസിമാരെ ആവശ്യമുണ്ട്. കുടമാളൂരിലെ അന്നക്കുട്ടി, അൾത്താരയുടെ അൽഫോൺസിയായി ഉയർത്തപ്പെട്ട ആ ത്യാഗത്തിൻ്റെ ചരിത്രവും എത്രയോ പ്രചോദനാത്മകമാണ്. ജൂലൈ 28-ാം തീയതി 1946 അൽഫോൺസാമ്മയുടെ ആ ചരമദിനത്തിൽ ഫാദർ റോമലൂസ് നടത്തിയ ആ പ്രഭാഷണത്തിൽ പറഞ്ഞത്: ആകയാൽ പരേതയുടെ വത്സല പിതാവെ ദുഃഖിക്കേണ്ട, ഈ പുണ്യാത്മാവിൻ്റെ പിതൃത്വം ലഭിച്ചതിൽ ആനന്ദിക്കുക. കാരണം സ്വർഗത്തിൽ ഇതാ ഒരു പുണ്യവതി നമുക്ക് ലഭ്യമാകുന്നു. വിശുദ്ധ അൽഫോൺസ തൻ്റെ സഹോദരിമാരോട് പങ്കുവച്ചത് ഇപ്രകാരമാണ്, തൻ്റെ ആ സഹനത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. അവൾ പറഞ്ഞു, ഗോതമ്പ് മണി അരച്ച് പൊടിക്കുമ്പോൾ വെളുത്ത പൊടിമാവ് കിട്ടുന്നു. അത് പാകപ്പെടുത്തി വറുത്ത് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തിയായി രൂപാന്തരപ്പെടുത്തുന്നു. അതുപോലെ നാമും ചതഞ്ഞ് അരഞ്ഞ് പൊടിഞ്ഞ് ആ ഓസ്തി പോലെ രൂപാന്തരപ്പെടണം. തുടർന്ന് അവൾ പറഞ്ഞു, ഇതേപോലെ തന്നെ വിളഞ്ഞു പാകമായ മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് അരയ്ക്കുമ്പോൾ മാത്രമേ രുചികരമായ ചാറ്, വീഞ്ഞ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. മുന്തിരിപ്പഴം തനിയെ സ്വയമേവ വീഞ്ഞാകുന്നില്ല. പീഠാസഹനം വഴി ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നാം നല്ല വീഞ്ഞ് ആയിത്തീരുന്നു. അങ്ങനെ കാൽവരിയിലെ ആ കുരിശിലെ ത്യാഗം സ്വന്തം ഹൃദയത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും നൊമ്പരങ്ങളുമെല്ലാം വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഉപയുക്തമായ ധന്യ ജീവിതം. കൽക്കത്തയിലെ മദർ തെരേസ, അവളുടെയും ജീവിതം അതിർത്തി വരമ്പുകളില്ലാതെ ലോകം മുഴുവൻ ആശ്ലേഷിച്ച ധന്യ ജീവിതമായിരുന്നു. അഗതികളുടെ അമ്മ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ആശ്രയം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇനിയും ആ അമ്മയുടെ പാദങ്ങൾ പിന്തുടരുന്ന കൂടുതൽ പേർ കടന്നു വരണം. പ്രിയമുള്ളവരെ, യുവാക്കൾ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ആ ദൗത്യം തുടരുന്ന വ്യക്തികളായി തീരാൻ സാധ്യതമാകുമെങ്കിൽ മോശ കണ്ട ആ ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം ഇന്നും ജീവിക്കുന്ന വ്യക്തികളായി പരിണമിക്കും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കൂടുതൽ ദൈവവിളികൾ സമൂഹത്തിലുണ്ടാകാൻ,
ആ ദൈവവിളിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിളവ് ധാരാളം, വേലക്കാരെ ചുരുക്കം എന്നരുളി ചെയ്ത നല്ലിടയനായ ഈശോയെ, അങ്ങേ മുന്തിരിത്തോപ്പിലെ വേലക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമേ. വൈദികരുടെ വിരളത മൂലം, പ്രേക്ഷിതരുടെ കുറവ് മൂലം അനേക ആത്മാക്കൾ അങ്ങ് കാണിച്ചിരിക്കുന്ന രക്ഷയുടെ പാതയിൽ എത്താനാകാതെ ഉഴലുന്നത് അങ്ങ് കാണുന്നുവല്ലോ. കൂടുതൽ പ്രേക്ഷിതരെ കർത്താവെ അങ്ങ് അയക്കണമേ. അങ്ങയുടെ വിളി സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അങ്ങേ പിൻചെല്ലുവാനുള്ള വരം ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് നൽകണമേ. അവർക്ക് നേരിടുന്ന പ്രതിബന്ധങ്ങൾ നീക്കണമേ. മക്കളെ അങ്ങേ സേവനത്തിനായി അർപ്പിക്കാനുള്ള ത്യാഗസന്നദ്ധത മാതാപിതാക്കളിൽ നൽകണമേ. മക്കളുടെ ദൈവവിളിയിൽ സന്തോഷിക്കാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ. പ്രേക്ഷിതരാജ്ഞിയായ മറിയമേ, സർവവും സമ്പൂർണമായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്ത അമ്മേ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും ഒത്തിരി അജ്ഞതയും അനീതിയും അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യവുമുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ മോശയുടെ പോലുള്ള വ്യക്തികൾ കൂടുതൽ പേർ വരണം. മദർ തെരേസയെപ്പോലെ, വിശുദ്ധ ഫ്രാൻസിസ് സീവറിനെ പോലെ, വിശുദ്ധ കൊച്ചുറേസ്യയെപ്പോലെ, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെപ്പോലെ, വിശുദ്ധ അൽഫോൺസയെപ്പോലെ കൂടുതൽ പേർ വരട്ടെ. അവരെല്ലാം മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. സഭയിൽ കൂടുതൽ പ്രേക്ഷിതരുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.